കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. AAP രാജ്യസഭാ എംപിമാർ BJPയിൽ ചേരുന്നതിനെ കുറിച്ചായിരുന്നു ഷമയുടെ ക്ഷമ തെറ്റിയ വിവാദ പ്രസ്താവന. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ എങ്ങനെയാണ് പരസ്പരം കടിച്ചു കീറുന്നതെന്നും അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം എത്രത്തോളമാണെന്നും തുറന്നു കാട്ടാൻ ഈയൊരു പ്രതികരണം തന്നെ ധാരാളമാണ്. തനിക്ക് ഞെട്ടലൊന്നുമില്ലെന്നും അതിശയവുമില്ലെന്നും ഇത്തരം വാക്കുകൾ നിരവധി തവണ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങുന്നതായിരുന്നു ഷമയുടെ വാക്കുകൾ. BJPയിൽ നിന്നും RSSൽ നിന്നുമാണ് AAP ജനിച്ചത്. അതിനാൽ ഈ എംപിമാരെല്ലാം അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുകയാണ് അത്രമാത്രം. അതിൽ പുതിയതായി ഒന്നുമില്ലെന്നാണ് ഷമ പറഞ്ഞത്. AAP രാജ്യസഭാ എംപിമാർ BJPയിൽ ചേരുന്നതിനെ കുറിച്ച് ഷമ നടത്തിയ പരിഹാസം വാസ്തവത്തിൽ BJPയുടെ വളർച്ചയിൽ വിറളി പൂണ്ട രണ്ട് തോറ്റ കക്ഷികളുടെ വിലാപമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. AAP ജനിച്ചത് BJPയിൽ നിന്നും RSSൽ നിന്നുമാണെന്നും അതിനാൽ എംപിമാർ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുകയാണെന്നും ഷമ പറയുമ്പോൾ BJPയുടെ ആശയപരമായ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് അവർ അറിയാതെ സമ്മതിക്കുകയാണ്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ചെളിക്കുണ്ടിൽ വീണ കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചപ്പോൾ BJPയുടെ വികസന രാഷ്ട്രീയമാണ് ഏക പോംവഴിയെന്ന് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ ഒന്നൊന്നായി BJPയിലേക്ക് ഒഴുകുകയാണ്. ഇതിനെ തടയാൻ കഴിയാത്ത കോൺഗ്രസിന്റെ നിരാശയാണ് ഷമ മുഹമ്മദിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. കോൺഗ്രസിനെതിരെ അഴിമതി ആരോപിച്ചു വന്ന കെജ്രിവാളിന് ഇപ്പോൾ കർമ്മഫലം തിരിച്ചടിയായെന്നാണ് ഷമയുടെ വാദം. കോൺഗ്രസ് അഴിമതിക്കാരല്ലെന്ന് വരുത്തി തീർക്കാൻ 2G കേസിലെ വിധികൾ ഉയർത്തിപ്പിടിക്കുന്ന ഷമ ഇന്ത്യയുടെ ജനങ്ങൾ കോൺഗ്രസിനെ എന്തിനാണ് അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതെന്ന് മറന്നുപോയിട്ടുണ്ടാവും. സോണിയാഗാന്ധി വരെ വിമർശിച്ച കെജ്രിവാളിനെ കർമ്മം കടിച്ചു കീറുമെന്ന് ഷമ പറയുമ്പോൾ വാസ്തവത്തിൽ അഴിമതിയുടെ സിൻഡിക്കേറ്റുകളായ ഇന്ത്യ മുന്നണിയിലെ വിള്ളലുകളാണ് പുറത്തു വരുന്നത്. BJP നേരിടാൻ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവർ പുറകിൽ നിന്ന് പരസ്പരം കുത്തുകയാണ്. കെജ്രിവാളിന് ഇനി തന്റെ പഴയ വാഗണാറിൽ കയറി വന്നിടത്തേക്ക് തന്നെ മടങ്ങാമെന്ന പരിഹാസം AAPയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും BJPയുടെ മുന്നേറ്റത്തിൽ പകച്ചു നിൽക്കുന്ന AAPക്ക് രാജ്യസഭയിൽ പോലും അംഗങ്ങളെ നിലനിർത്താൻ പറ്റുന്നില്ല. വികസനമില്ലാത്ത വെറും സൗജന്യങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്യുന്ന കെജ്രിവാൾ മോഡൽ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞാണ് എംപിമാർ ദേശീയതയുടെ പാത സ്വീകരിക്കുന്നത്. AAP എംപിമാർ BJPയിലേക്ക് വരുന്നത് അധികാരമോഹത്താലൊന്നുമല്ല, മറിച്ച് മോദി സർക്കാരിന്റെ വികസന നയങ്ങളോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. മുന്നണിയിൽ പങ്കാളിയായ AAPയെ പരസ്യമായി അപമാനിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തറവാടിത്തമില്ലായ്മ ഒരിക്കൽ കൂടി തെളിയുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ കെജ്രിവാളും കുടുംബവാഴ്ച നടത്തുന്ന കോൺഗ്രസും ഒരുപോലെ രാഷ്ട്രീയമായി അസ്തമിക്കുകയാണെന്ന് ഷമ മുഹമ്മദിന്റെ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. അഴിമതിയുടെയും കപട വാഗ്ദാനങ്ങളുടെയും കാലം കഴിഞ്ഞു. ഷമ മുഹമ്മദ് പരിഹസിക്കുന്നത് പോലെ വാഗണാറിൽ ഇരിക്കാനാണ് AAPയുടെയും കോൺഗ്രസിന്റെയും വിധിയെങ്കിൽ BJP നയിക്കുന്ന ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്കാണ് കുതിക്കുന്നത്. ഈ മഹാപ്രവാഹത്തിന് മുൻപിൽ പകച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നിനും ഈ മുന്നണി സിൻഡിക്കേറ്റുകൾക്ക് പറ്റില്ല.